ജേർണി ടു ദ എൻഡ് ഓഫ് ദി എർത്ത് ബൈ ടിഷാനി ദോഷി. ഇയാളൊരു മദ്രാസ് വിമണാണ്, നമ്മുടെ നെറേറ്റർ. അവർ ഒരു റഷ്യൻ റിസർച്ച് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് അന്റാർട്ടിക്കയിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഈ സ്റ്റോറി വരുന്നത്. അവർ പോകുന്ന വെസൽ, അതായത് ആ ഒരു ഷിപ്പിൻ്റെ പേര് ദി അക്കാഡമിക് ഷൊക്കാൽസ്കി എന്നാണ്. സ്പെല്ലിംഗ് വരുന്നത് AKADEMIKSHOKALSKIY. അപ്പോൾ ഇതാണ് അവരുടെ ഇതിൻ്റെ പേര്. അവർ 100 hours, അതായത് ടോട്ടൽ ഒരു 100 hours കാറിലും എയ്റോപ്ലെയിനിലും ഷിപ്പിലുമായിട്ട് അത്രയും ട്രാവൽ ചെയ്തിട്ടാണ് അന്റാർട്ടിക്കയിൽ എത്തുന്നത്. അപ്പോൾ ആൾ പറയുന്നത് ഫസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് വണ്ടറായിരുന്നു. കാരണം വണ്ടറിൻ്റെ ഒരു പീക്ക് ലെവൽ എന്നൊക്കെ പറയാം. കാരണം നമുക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന വേൾഡിനെക്കാട്ടും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേൾഡാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല, പല കാര്യങ്ങളും ഉണ്ട്, അത് ആൾ സ്റ്റോറിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അന്റാർട്ടിക്കയുടെ ഹിസ്റ്ററി പറയാനാണെങ്കിൽ 650 മില്യൺ ഇയേഴ്സിന് മുൻപ് ഇതെല്ലാം ഒരൊറ്റ കോണ്ടിനെൻ്റ് ആയിരുന്നു, അതായത് ഒരു സദേൺ സൂപ്പർ കോണ്ടിനെൻ്റ്. അതിൻ്റെ പേരാണ് ഗോണ്ട്വാന, GONDWANA. അതിനകത്ത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ പല പല കോണ്ടിനെൻറ്റ്സ് ആയിട്ടൊന്നുമല്ല, എല്ലാം കൂടെ ഒന്നാണ്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് എർത്തിലേക്ക് വന്നിട്ടില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ഇന്ന് അന്റാർട്ടിക്കയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐസ് അല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റില്ല. അന്നെന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് വാമായിരുന്നു, ചൂട് ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു വന്നിട്ടുള്ളത്. ഇന്നത്തെ പോലെയല്ല. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ചെടികളും മരങ്ങളും മൃഗങ്ങളും എല്ലാം നിറഞ്ഞ ഒരു വേൾഡായിരുന്നു അന്നത്തെ ഗോണ്ട്വാന എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അത് പതിയെ എന്താ പറയുക, അതിൻ്റെ രൂപം മാറി വരുമായിരുന്നു. ഡിനോസേഴ്സിൻ്റെ കാലഘട്ടത്തിലൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഡിനോസേഴ്സ് എല്ലാം എന്താ പറയുക എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. പിന്നെ പതിയെ പതിയെ ഹ്യൂമൻ ബീയിങ്സ് വന്നു. അങ്ങനെ ഇന്നത്തെ ഷേപ്പിലേക്ക് ഗ്ലോബ് മാറി എന്നാണ് പറയുന്നത്. മില്യൺ കണക്കിന് ഇയേഴ്സ് കൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത്. അപ്പോൾ ഇന്ന് അന്റാർട്ടിക്ക പോയി കാണുമ്പോൾ നമുക്ക് വണ്ടർ വരുന്നതിൻ്റെ ഒരു കാരണമായിട്ടാണ് ഈ ഹിസ്റ്ററി നമ്മുടെ ഓഥർ പറയുന്നത്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, അല്ലെ, എന്താണ് നമ്മളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് മനസ്സിലാക്കി തരുന്നത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്രയും വണ്ടർ അടിക്കുന്നത്. പക്ഷെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്നുകൊണ്ടൊന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾ പറയുന്നുണ്ടല്ലോ, അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകൾ ഉരുകിക്കഴിഞ്ഞാൽ ലോകം അതായിരിക്കും എൻഡ് ഓഫ് ദി വേൾഡ് എന്ന് ഒരു ഇത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് എർത്തിൻ്റെ എന്താ പറയുക പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം അറിയണമെങ്കിൽ അന്റാർട്ടിക്കയിൽ പോയി നോക്കിയാൽ മതി എന്നാണ് നമ്മുടെ ഓഥറിൻ്റെ അഭിപ്രായം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു മില്യൺ ഇയേഴ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും മൈൻഡ് എന്താ പറയുക സർപ്രൈസ്ഡ് ആവും. കാരണം ഇന്ത്യ നോർത്തിലേക്ക് പുഷ് ചെയ്ത് വരികയാണ്. ഏഷ്യ എന്ന് പറഞ്ഞ കോണ്ടിനെൻ്റിലാണ് നമ്മളുള്ളത്. അപ്പോൾ അന്നത്തെ ഗോണ്ട്വാനയിൽ നിന്ന് ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെൻ്റിലേക്ക് ഇന്ത്യ പുഷ് ചെയ്ത് വരികയാണ്. പിന്നെ ഹിമാലയാസ് ഫോം ചെയ്യുന്നു, സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക ആയിട്ട് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഇത്രയും മില്യൺ ഇയേഴ്സ് കൊണ്ടാണെങ്കിൽ അതൊരു വലിയ ചേഞ്ച് ആണല്ലോ, അത്രയും ഉണ്ടായല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ മദ്രാസിൽ നിന്ന് ഒരു സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള എനിക്ക് ഇതൊക്കെ ഭയങ്കര എന്താ പറയുക അത്രയും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഐസാണ്. നമുക്ക് വേറെ ഒന്നും കാണാനില്ല, ഒരു ജീവികളെയോ ട്രീസിനെയോ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഐസ്ബേർഗ്സ് മാത്രം. ഐസ്ബേർഗ്സിൻ്റെ സൈസ് വരുന്നത് ഓരോ കൺട്രീസിൻ്റെ അത്ര ഉണ്ടെന്നാണ് പറയുന്നത്. ലാർജസ്റ്റ് ഐസ്ബർഗിൻ്റെ സൈസ് ബെൽജിയം കൺട്രീൻ്റെ അത്രയും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ നടുക്ക് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും സർപ്രൈസ് തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ പറയുന്നത് ആ ഒരു സൈലൻസ്, അവിടെ മൊത്തം എന്താ പറയുക ഒരു കോമൺ ആയിട്ട് എല്ലാ ഭാഗത്തും സൈലൻസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ആകെയുള്ളൊരൊറ്റ സൗണ്ട് എന്ന് പറയുന്നത് ഐസ് ഷീറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്ന ആ ഒരു, അല്ലെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യുന്ന സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളൂ. പിന്നെ ഇതിൽ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഹ്യൂമൻ ഇമ്പാക്റ്റ് എന്താണ്, നമ്മൾ ഇതിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്. നമ്മളുടെ ഹ്യൂമൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 12,000 ഇയേഴ്സായി. അത്രയും സമയം കൊണ്ട് ഇതിപ്പോൾ ഈ മാറ്റങ്ങൾ സംഭവിച്ചത് എന്താ പറയുക 650 മില്യൺ ഇയേഴ്സ് കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇത്രയും നാളായിട്ടുള്ളൂ, അത്ര ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈമിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കി.
എന്താ പറയുക, എൻവിറോൺമെൻറ്റിനെ നശിപ്പിച്ചു. അതേപോലെ തന്നെ ഓസോൺ ടെമ്പറേച്ചർ, ഗ്ലോബൽ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്തു, ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു, റിസോഴ്സസ് നശിപ്പിക്കുകയാണ് നമ്മൾ. ഫോസിൽ ഫ്യൂവൽ പോലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് എല്ലാം നമ്മൾ എന്താ പറയുക യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേൾഡിൽ. അങ്ങനെ എല്ലാവിധ എന്താ പറയുക ഡിസഡ്വാൻറ്റേജസും നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കര പീക്ക് ലെവലിലാണ് നമ്മൾ ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് അന്റാർട്ടിക് ഐസ് മെൽറ്റ് ചെയ്യാനായിട്ട് എന്താ പറയുക ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യിക്കുമോ, അതൊക്കെയാണ് നമ്മുടെ ഓതറിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇന്നത്തെ ഈ ഒരു വേൾഡിൻ്റെ ബാലൻസ് തെറ്റുമോ, അതേപോലെ തന്നെ എൻഡ് ഓഫ് ദി വേൾഡ് എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് സംഭവിക്കുമോ, അത് കാണാൻ നമ്മളുണ്ടാകുമോ, അങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യൻസ് ആൾ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒക്കെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് വരാൻ കാരണം എന്താണ്, അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകിയാൽ ലോകം അവസാനിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്, കാരണം അവിടെ നിന്നാണ് നമ്മളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ മാത്രമാണ് ഹ്യൂമൻ പോപ്പുലേഷൻ ഇല്ലാതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു പോയിന്റും കൂടെ ഉണ്ട് അന്റാർട്ടിക്ക ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം, മില്യൺ ഇയർ ഓൾഡ് കാർബൺ റെക്കോർഡ്സ് ഇതിൻ്റെ ഈ ഐസിൻ്റെ ലെയേഴ്സിൽ ട്രാപ്ഡായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എർത്തിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം അറിയണമെങ്കിൽ അവിടെ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇവരുടെ പ്രോഗ്രാമിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഓൺ ഐസ് എന്നാണ്. അപ്പോൾ ഇവർ ഒരു ടീനേജ് ഗ്രൂപ്പാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഈ ഒരു ടീനേജ് പ്രായം എന്ന് പറയുമ്പോൾ എന്തിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവരെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതാണ്, ആ ഭൂമിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സക്സസ്ഫുൾ ആവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അന്റാർട്ടിക്കയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും അതിനെക്കുറിച്ചൊന്നും ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. അവിടെ പോയിട്ട് കാണുമ്പോഴാണ് ഇത്രയും ഡേഞ്ചറസ് ആണ് നമ്മുടെ പ്ലാനറ്റ്, അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള എല്ലാവരും അതിനു വേണ്ടി ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്ര സക്സസ്ഫുള്ളായിട്ട് ഉള്ളത്. നമ്മൾ വീട്ടിലിരുന്നിട്ട് ഗ്ലോബൽ വാർമിംഗ് നിർത്തണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വാദിക്കുമെങ്കിലും നമ്മൾ ആരും അതിനെതിരൊന്നും ചെയ്യാറില്ല. ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രേയും റെഫ്രിജറേറ്ററും പോലുള്ള സാധനങ്ങൾ വരെ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിർത്താൻ നമ്മൾ റെഡിയല്ല. പക്ഷെ അവിടെ പോയി കണ്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അവരിതിനു വേണ്ടി എടുക്കും എന്നാണ് ഓതർ പറയണത്. പിന്നെ പറയുന്നത് എന്താ പറയുക, ആള് ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെയാണ് വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക സീ പ്ലാന്റിനെ പറ്റി കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ്. ഹൗ സിമ്പിൾ തിങ്സ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ബിഗ് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു മൈക്രോസ്കോപ്പിക് പ്ലാന്റ് ആണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. ഒരു പുല്ല് പോലത്തെ സംഭവമാണ്. അപ്പോൾ സതേൺ ഓഷ്യൻ്റെ ഫുഡ് ചെയിൻ മൊത്തം ബാലൻസ് അല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യുന്ന ആളാണ് ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ. ഒരു സിംഗിൾ സെൽഡ് പ്ലാന്റ് ആണ്. ഇവർ ഫോട്ടോസിന്തസിസ് നടത്തി ഇത് ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറൈൻ വേൾഡ് മൊത്തം കൊളാപ്സ് ആവും. അപ്പോൾ ഒരൊറ്റ സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൽ ഒരു പ്ലാന്റിൽ നിന്നാണ് ഇത്രയും വലിയൊരു ഓഷ്യൻ്റെ ബാലൻസ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ എക്സിസ്റ്റൻസിനെ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൺ നശിച്ചാൽ മറൈൻ വേൾഡ് നശിക്കും, മറൈൻ വേൾഡ് നശിച്ചാൽ അത് നമ്മളെയും ബാധിക്കും. അപ്പോൾ നമ്മൾ സ്മോൾ തിങ്സ് ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ ബിഗ് തിങ്സ് വിൽ ഫാൾ ഇൻ ടു പ്ലേസ് എന്നൊരു സെൻറ്റൻസ് ഓതർ പറയുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോയിക്കോളും. പിന്നെ ലാസ്റ്റായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ എപ്പിഫനീസ്, അതായത് ബോധോദയങ്ങൾ ആർക്കുണ്ടായിരുന്നു, നമ്മുടെ ഓതറിന് അന്റാർട്ടിക്കയിൽ പോയപ്പോൾ സംഭവിച്ചു. പിന്നെ പറയുന്നത് ഇവർ ഓഷ്യൻ്റെ മേലെ കൂടെ ഇവർ നടന്നു പോണ കാര്യം എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ആൾക്ക് കിട്ടിയ ഏറ്റവും വലിയ എപ്പിഫനി എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാനറ്റിൽ എന്തുമാത്രം കാര്യങ്ങളുണ്ട്, അതെല്ലാം പെർഫെക്റ്റ് ബാലൻസിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് വന്നു. അപ്പം ഇനി ഈ ബാലൻസ് ഉണ്ടാകുമോ, ഇത് പോകുമോ, അതൊക്കെ കാണാൻ നമ്മളുണ്ടാകുമോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അവിടുത്തെ ആ ഒരു വോയേജ് അല്ലെങ്കിൽ ആ ഒരു യാത്ര കൊണ്ട് നമ്മുടെ ഓതറിന് എന്താ പറയുക മില്യൺ കണക്കിന് ഇയേഴ്സ് കൊണ്ട് മാറ്റം ഉണ്ടാകുമെന്ന് മനസ്സിലായി. പക്ഷെ ഓരോ ഡേയും ഇമ്പോർട്ടൻ്റ് ആണെന്നും മനസ്സിലായി. നമ്മൾ ഓരോ ഡേയും ചെയ്യുന്ന കാര്യങ്ങൾ
പിന്നീട് ഇങ്ങനെ ചേഞ്ചസ് ഇങ്ങനെ പതുക്കെ പതുക്കെ അടിഞ്ഞടിഞ്ഞടിഞ്ഞാണ് മില്യൺ കണക്കിന് ഇയേഴ്സ് കഴിയുമ്പോൾ ടോട്ടലി ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി ആൾക്ക്. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്.